ഈ മുട്ടയിൽ കളയാൻ ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അതാണ് സത്യം. ഈ മുട്ടയിൽ 4 സാധനങ്ങളേ ഉള്ളൂ. ഇതിലെ തോട്, ഇതിൻ്റെ പാട, ഇതിൻ്റെ ഉള്ളിലെ വെള്ള, അതിനുശേഷമുള്ള മുട്ടയുടെ മഞ്ഞ. ഇത് 4ഉം ഭക്ഷ്യയോഗ്യമാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ 4 കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തേത് മുട്ടയുടെ തോടാണ്. മുട്ടയുടെ തോട് എങ്ങനെ ഭക്ഷിക്കാമെന്ന് വെച്ചാൽ പൗഡർ ഫോമിലായിരിക്കും. നമ്മളിതിനെ എഗ് ഷെൽ പൗഡർ എന്നാണ് വിളിക്കുക. ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഉപയോഗം കഴിഞ്ഞ മുട്ടത്തോടുകൾ കുറച്ച് ശേഖരിച്ച് വെക്കാം. ഒരു വെള്ളത്തിൽ അരമണിക്കൂറോളം തിളപ്പിക്കാം. വെള്ളം മാറ്റി ഫിൽറ്റർ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊരു ഓവനിൽ ഒരു 200 ഡിഗ്രി ടെമ്പറേച്ചർ ഒരു 10 മിനിറ്റ് ചൂടാക്കാം. ചൂടാറിയതിന് ശേഷം ഇത് പുറത്തെടുത്ത് ക്രഷ് ചെയ്യാം. ഒരു ഗ്രൈൻഡറിലിട്ട് പൊടിപ്പിക്കാം. ഒരു നല്ല അരിപ്പ വഴി ഫിൽറ്റർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ പൗഡർ കിട്ടും. ഇതൊരു ബോട്ടിലിൽ അരച്ചു വെക്കാം. ആവശ്യാനുസരണം നമുക്കിതെടുക്കാം. ഇങ്ങനെയാണ് ഈ പൗഡർ നമ്മൾ യൂസ് ചെയ്യുക. കാൽസ്യം കാർബണേറ്റ് ആണ്, എല്ലുകൾക്ക് അത്യുത്തമമാണ്. കാൽസ്യം കാർബണേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഭക്ഷണത്തിൻ്റെ കൂടെയോ ഭക്ഷണത്തിന് ശേഷമോ ആയിരിക്കും ഉപയോഗിക്കുക. ഒരിക്കലും വെറും വയറ്റിൽ ഇത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഒരു മുട്ടയിൽ നിന്നും നമ്മൾക്ക് ഏകദേശം 2300 മുതൽ 2500 വരെ മില്ലിഗ്രാം കാൽസ്യം കാർബണേറ്റ് ആണ് നമുക്ക് കിട്ടുക. ഒരു ദിവസം ഒരു മനുഷ്യന് ശരാശരി 1000 മില്ലിഗ്രാം കാൽസ്യം വേണം. ഈ രൂപത്തിൽ നമ്മൾ സപ്ലിമെന്റേഷൻ മാത്രമാണ് ഉദ്ദേശം. അതുകൊണ്ട് 500 മില്ലിഗ്രാം കാൽസ്യം കാർബണേറ്റ് മാത്രമേ ഈ രൂപത്തിൽ നമ്മൾ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ആർക്കും തന്നെ മൂത്രത്തിൽ കല്ലോ അങ്ങനത്തെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇതിൽ നിന്ന് വരില്ല. എല്ലുകൾക്ക് അത്യുത്തമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാൽസ്യം നമ്മുടെ ശരീരത്തിൽ ആഗിരണം ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെന്റേഷനും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എല്ലുകളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. കാൽസ്യം കാർബണേറ്റ് കൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറഞ്ഞാൽ എന്ത് കഴിച്ചാലും നെഞ്ചിരിച്ചിൽ ഉണ്ടാകുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ ഡോസിൽ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നെഞ്ചിരിച്ചിലിനും നല്ലൊരു ശമനമായിരിക്കും കാൽസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ ഈ മുട്ട തോട് എന്ന് പറയുന്നത്. രണ്ടാമത്തത് പാടയാണ്, എക്സെൽ മെംബ്രെയിൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഉണക്കി പൊടിപ്പിച്ച് പൊടിയായിട്ട് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പാട അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഉണക്കി പൊടിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പുവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക. ചെറു ചൂടോടുകൂടി അവനിൽ വെച്ചൊന്ന് ചൂടാക്കാം. ശേഷം അത് നമുക്ക് പൊടിച്ചെടുക്കാം. ഇത് ഇത്തിരി പ്രയാസമാണ്. അതിലും നല്ലത് പാട അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നതാണ്. ഈ അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്ന രീതി വീണ്ടും 2 ഉണ്ട്. അതായത് മുട്ട പുഴുങ്ങിയതിന് ശേഷം നമുക്ക് പാടയെടുക്കാം. അതിൽ ഇത്തിരി പ്രയാസമാണ്. നമുക്കൊരു ട്വീസർ വെച്ച് ഊരി എടുക്കേണ്ടതായിട്ട് വരും. എപ്പോഴും കംപ്ലീറ്റ് പാട കിട്ടാൻ സാധിച്ചെന്ന് വരില്ല. അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് ചെയ്യാം. ഞാൻ പേഴ്സണലി ചെയ്യുന്ന രീതിയാണ്. മുട്ട പൊട്ടിച്ചിട്ടതിന് ശേഷം ഒരു ടാപ്പിൽ ആ തോട് ജസ്റ്റ് ഒന്ന് കാണിക്കുക. ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ പാട നല്ല രീതിയിൽ പീൽ ചെയ്തെടുക്കാനും പറ്റും. മൊത്തം പാട നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ പാട ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി മുട്ടയിലിടും. നന്നായി അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് മുട്ട പൊരിച്ച് കഴിക്കാനായിട്ട് പറ്റും. ഇതിൽ യാതൊരു ടേസ്റ്റ് വ്യത്യാസമോ ഒന്നും തന്നെ നിങ്ങൾക്ക് ഫീൽ ആവില്ല. അങ്ങനെ തന്നെ അത് ഭക്ഷിക്കാം. അതല്ല, നിങ്ങൾ എന്ത് ഭക്ഷണമാണോ ഉണ്ടാക്കുന്നത് ഈ പാട അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഇടാം. യാതൊരു കുഴപ്പവും സംഭവിക്കാനായിട്ടില്ല. ഒരു രുചി വ്യത്യാസവും ഇതിൽ വരില്ല. മുട്ടയുടെ പാടയുടെ ഡോസേജ് എന്ന് പറയുന്നത് ഒരാൾക്ക് 500 മില്ലിഗ്രാം കിട്ടണമെന്നുള്ളതാണ്. ഒരു മുട്ടയിൽ നിന്നും വെറും 100 മില്ലിഗ്രാം പാട മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. 5 മുട്ടയുടെ പാടയുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ഒരു ദിവസത്തേക്കുള്ളതാവുകയുള്ളൂ. അപ്പോൾ ഒരു രോഗിയാണ് നമ്മൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ കണക്കാക്കുക. അതല്ല, നിങ്ങൾക്ക് മറ്റു പ്രയാസമൊന്നുമില്ല, ഒരു സപ്ലിമെന്റ് രൂപത്തിലാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പൊട്ടിച്ച മുട്ടയുടെ പാട തന്നെ നിങ്ങൾ അങ്ങ് ഭക്ഷിച്ചോളൂ. 100 മില്ലിഗ്രാം വെച്ച് ഡെയിലി നിങ്ങൾക്ക് അത്യാവശ്യം കിട്ടിക്കോളൂ. ഇനി പാടയിൽ എന്താണ് ഉള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ പാട മെയിനായിട്ട് നമ്മളുടെ സന്ധികളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. സന്ധികളിൽ അസ്ഥിനെയും ചേർക്കുന്ന ലിഗമെന്റുകളുണ്ട്. മാംസത്തിനെയും അസ്ഥിനെയും കൂടി ചേർക്കുന്ന ടെൻഡനുകളുണ്ട്. ഇവരെയൊക്കെ കവർ ചെയ്യുന്ന ക്യാപ്സ്യൂൾസും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് കൊളാജൻ, ഇലാസ്റ്റിൻ പോലുള്ള ഫൈബേഴ്സ് ആണ്. കെരാറ്റിനും ഉണ്ട്. മുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കെരാറ്റിനും ഇതിലുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഓർത്തോ ഡോക്ടറെ കണ്ടിട്ടുണ്ടെങ്കിൽ, മുട്ടുവേദനയ്ക്കായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പലപ്പോഴും ഗ്ലൂക്കോസമൈൻ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ തന്നിട്ടുണ്ടാവും. മുട്ടയുടെ പാടയിൽ പ്രകൃതിദത്തമായ ധാരാളം ഗ്ലൂക്കോസമൈൻ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ തേയ്മാനത്തിന് വേണ്ടി ഏറ്റവും നല്ലൊരു ഔഷധം എന്ന് പറയുന്നത് മുട്ടയുടെ പാടയാണ്. മൂന്നാമത്തത് മുട്ടയുടെ വെള്ളയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഭക്ഷിക്കുന്നത് മുട്ടയുടെ വെള്ളയാണ്. ഇതിൽ കംപ്ലീറ്റും പ്രോട്ടീൻ തന്നെയാണ്. 1% പോലും ഇതിൽ കൊളസ്ട്രോൾ ഇല്ല എന്നുള്ളതാണ്. മുട്ടയുടെ മഞ്ഞ മാറ്റി വെള്ള മാത്രം നമ്മൾ കൺസ്യൂം ചെയ്യാനാണെങ്കിൽ ഒരു മുട്ടയിൽ നിന്നും നമുക്ക് വെറും 3 to 4 ഗ്രാം പ്രോട്ടീൻ മാത്രമേ കിട്ടുകയുള്ളൂ. അതേസമയം ഒരു മുട്ട മുഴുവനായി നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 7 to 8 ഗ്രാം പ്രോട്ടീനോളം നമുക്ക് കിട്ടും. അപ്പോൾ 2 മുട്ടയുടെ വെള്ള മാത്രം കഴിക്കുന്നവർക്ക് വെറും 8 ഗ്രാം പ്രോട്ടീൻ മാത്രമേ കിട്ടുകയുള്ളൂ. അതേസമയം 2 മുട്ട മുഴുവനായിട്ട് കഴിക്കുന്നവർക്ക് 16 ഗ്രാമോളം പ്രോട്ടീൻ കിട്ടും. ഈ പ്രോട്ടീൻ്റെ കണക്ക് പറയാനാണെങ്കിൽ നിങ്ങളൊരു 70 കിലോ ഭാരമുള്ള ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് ദിവസേന 70 ഗ്രാം പ്രോട്ടീൻ നിർബന്ധമാണ്. ഇനി നിങ്ങൾ കായികാധ്വാനം കൂടുതൽ ചെയ്യുന്ന ഒരാളാണ്, ജിമ്മിലൊക്കെ പോകുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഭാരിച്ച ജോലി ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ ഏകദേശം 1.5 മുതൽ 2
2 ഗ്രാം പെർ കിലോഗ്രാം വെയിറ്റിനനുസരിച്ച് നിങ്ങൾക്ക് പ്രോട്ടീൻ ആവശ്യമായിട്ട് വരും. ഇനി മുട്ടയുടെ വെള്ളയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവിഡിൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീനാണ്. അധികമാരും പറഞ്ഞു കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണിത്. പച്ച മുട്ടയിൽ അവിഡിൻ ഉണ്ടാവും. അവിഡിൻ എന്ന് പറയുന്നത് മുട്ടയുടെ മഞ്ഞയിലുള്ള B7 അല്ലെങ്കിൽ ബയോട്ടിൻ എന്ന് പറയുന്ന പ്രോട്ടീനുമായിട്ട് വളരെ കടുത്ത ഒരു ബോണ്ടേജിലായിരിക്കും ഇതുണ്ടാവുക. പച്ചമുട്ട ഭക്ഷിക്കുമ്പോൾ അവിഡിനും നമ്മൾ ഭക്ഷിക്കുന്നു. ഈ അവിഡിൻ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ മഞ്ഞയിൽ നിന്നുള്ള B7 എടുക്കാൻ ഇത് സമ്മതിക്കാതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് B7ന്റെ ഡെഫിഷ്യൻസി നമുക്കുണ്ടാവുന്നു. മുട്ട കഴിക്കുന്നുണ്ട്, പക്ഷേ B7ന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നുണ്ട്. അത് കാരണത്താൽ നമുക്ക് ഡെർമറ്റൈറ്റിസ് ഉണ്ടാവും, അല്ലെങ്കിൽ നഖത്തിന്റെ കട്ടി കുറയുക, ക്ഷീണം ഉണ്ടാവുക, ഞരമ്പ് സംബന്ധമായ ബുദ്ധിമുട്ട് വരിക, അതെങ്കിൽ പാച്ചസ് ആയിട്ട് മുടി നഷ്ടപ്പെട്ടു പോവുക, അലോപേഷ്യ എന്ന് പറയും. ഇതെല്ലാം നമുക്ക് ഉണ്ടാവുന്നു. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുട്ട നന്നായി ചൂടാക്കിയതിന് ശേഷം മാത്രമേ കഴിക്കാവുള്ളൂ. ഒരിക്കലും പച്ചമുട്ട അങ്ങനെ തന്നെ ഭക്ഷിക്കരുത്. ബുൾസൈ ഉണ്ടാക്കുന്നപ്പോൾ പറ്റുന്നൊരു കാര്യമെന്ന് പറയുന്നത് പൂർണ്ണമായും നമ്മൾ അതിനെ പാകം ചെയ്യാത്തത് കൊണ്ട് മുകൾ ഭാഗം അങ്ങനെ തന്നെ ഇരിക്കുന്ന കാരണത്താൽ പലപ്പോഴും ആക്റ്റീവായിട്ടുള്ള അവിഡിൻ അതിൽ അവശേഷിക്കുന്നുണ്ടായത് കൊണ്ട് ബുൾസൈ നിരന്തരം കഴിക്കുന്നവർക്കും B7ന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നുണ്ട്. ഇത് വെള്ളയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. 4മത്തേത് മുട്ടയുടെ മഞ്ഞയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപേക്ഷിക്കുന്ന ഒരു സാധനമാണ്, കൊളസ്ട്രോൾ ആണെന്ന് പറഞ്ഞ് പേടിച്ചിട്ട്. എന്നാൽ ആ തെറ്റിദ്ധാരണയൊക്കെ നമുക്ക് മാറ്റാം. മുട്ടയുടെ മഞ്ഞയാണ് പോഷകങ്ങളുടെ ഒരു കലവറയാണത്. വൈറ്റമിനുകൾ 2 തരമുണ്ട്. ഫാറ്റിൽ അലിയുന്നതുമുണ്ട്, വെള്ളത്തിൽ അലിയുന്നതുമുണ്ട്. ഫാറ്റിൽ അലിയുന്ന 4 വൈറ്റമിനുകളും ഈ മുട്ടയുടെ മഞ്ഞയിൽ കാണാം. വൈറ്റമിൻ A, D, E, K. അതുപോലെ B കോംപ്ലക്സിലുള്ള വൈറ്റമിൻ B2, B7, B9, B12 ഞരമ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള B12 മുട്ടയുടെ മഞ്ഞയിലുണ്ട്. അതുപോലെ തന്നെ ധാതുക്കളായ അയൺ, ഫോസ്ഫറസ്, സിങ്ക്, സെലീനിയം വളരെ കൂടുതലായിട്ട് മുട്ടയുടെ മഞ്ഞയിലുണ്ട്. തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നത്തിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് സെലീനിയത്തിൻ്റെ കുറവാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോഷക ഘടകമാണ് കോലീൻ എന്ന് പറയുന്നത്. നമ്മളുടെ നാഡീഞരമ്പുകളുടെ പ്രവർത്തനം, അതുപോലെ തന്നെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ഓർമ്മശക്തിക്കും ഏറ്റവും പ്രധാനമാണ് കോലീൻ എന്ന് പറയുന്നത്. 120 മുതൽ 150 മില്ലിഗ്രാമാണ് മുട്ടയുടെ ഒരു മഞ്ഞയിലായിട്ടുണ്ടാവുന്നത്. അതുകൊണ്ടാണ് പഠിക്കുന്ന കുട്ടികളിൽ മുട്ടയുടെ മഞ്ഞ നിർബന്ധമാണെന്ന് പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് omega-3 ഫാറ്റി ആസിഡ്. omega-3 ഫാറ്റി ആസിഡിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ധാരാളം അറിയാം. എന്നാൽ ഇതിനകത്ത് അഡീഷണൽ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ നാടൻ കോഴികളുടെ മുട്ട, ആ നാടൻ കോഴികളിൽ നമ്മൾ omega-3 ഫാറ്റി ആസിഡ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഈ കോഴികൾക്ക് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവകളിൽ നിന്ന് കിട്ടുന്ന മുട്ടയുടെ മഞ്ഞയിൽ omega-3 ഫാറ്റി ആസിഡ് 8 മുതൽ 10 മടങ്ങ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മുട്ടകളെ പലപ്പോഴും മാർക്കറ്റിൽ omega-3 എഗ്സ് എന്ന് വിളിക്കുന്നുണ്ട്, ഫോർട്ടിഫൈഡ് എഗ്സ് എന്ന് വിളിക്കുന്നുണ്ട്, ന്യൂട്രി എഗ്സ് എന്ന് വിളിക്കുന്നുണ്ട്. സാധാരണ മുട്ടയേക്കാൾ അതിന് വില കൂടുതലായിരിക്കും. omega-3 അതിൽ ധാരാളമായിട്ട് കാണാൻ സാധിക്കും. ഇനി മുട്ടയുടെ മഞ്ഞയിൽ 180 മുതൽ 200 മില്ലിഗ്രാം കൊളസ്ട്രോൾ ആണ് ഉള്ളത്. നമ്മുടെ കരള് ഏകദേശം 1000 മുതൽ 1200 മില്ലിഗ്രാം കൊളസ്ട്രോൾ ഡെയിലി ഉൽപ്പാദിപ്പിക്കും. 2 മുട്ട സേവിക്കുമ്പോൾ ഏകദേശം 400 മില്ലിഗ്രാം കൊളസ്ട്രോൾ ആണ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുക. അപ്പോൾ കരൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത്രയും കുറച്ച് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. കരളിൻ്റെ കൊളസ്ട്രോൾ പ്രൊഡക്ഷൻ അത്രയും കുറയും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൊളസ്ട്രോൾ വേറെ, ഫാറ്റ് വേറെ. ഫാറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്നജമായ ആഹാരങ്ങൾ, ചോറ്, അരി ആഹാരങ്ങൾ, അതല്ലെങ്കിൽ പഞ്ചസാര, ഇവകളെല്ലാം ഉപേക്ഷിച്ചെങ്കിലേ മതിയാവുള്ളൂ. കൊളസ്ട്രോൾ നമുക്ക് നിർബന്ധമായ ഒരു കാര്യമാണ്. അപ്പോൾ 2 മുട്ടയുടെ മഞ്ഞ കഴിച്ചു എന്ന് വിചാരിച്ചത് കൊളസ്ട്രോൾ കൂടാനായിട്ട് പോകുന്നില്ല. ഇതാണ് മുട്ടയെക്കുറിച്ചുള്ളൊരു സമ്പൂർണ്ണമായ ഒരു കാര്യം. ഇനി ഫൈനലി ചോദിക്കാവുന്നൊരു ചോദ്യം, ഒരാൾക്ക് എത്ര മുട്ട ഒരു ദിവസം കഴിക്കാം? ഒരാൾക്ക് ശരാശരി 1 മുട്ട ഒരു ദിവസം കഴിച്ചെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അദ്ദേഹം കുറച്ചുകൂടി ഫിസിക്കലി ആക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ 2 മുട്ട കഴിക്കാം. ഇനി കോഴിമുട്ടയാണോ നല്ലത്, താറാമുട്ടയാണോ നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താറാമുട്ട കുറച്ചും കൂടി എമൗണ്ട് ഉണ്ട്, കുറച്ചുകൂടി ക്വാണ്ടിറ്റി കുറച്ചും കൂടി ഉണ്ടായതുകൊണ്ട് നിങ്ങൾ 3 കോഴിമുട്ടയ്ക്ക് പകരം 2 താറാമുട്ട കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. മുട്ട കഴിച്ചു കഴിഞ്ഞാൽ പൈൽസ് ഉണ്ടാകുമോ എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. ഇവിടെ സത്യത്തിൽ മുട്ടയുള്ള വില്ലൻ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ട കാരണത്താൽ പൈൽസായി വരുന്നതേ ഉള്ളൂ. അവിടെ നമ്മൾ കുറ്റക്കാരൻ മുട്ടയാക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം പൈൽസ് വന്നതിന് ശേഷം പിന്നെ മുട്ട നമുക്ക് തീരെ കഴിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം മുട്ട ചൂട് ഉള്ള ഒരു പൊട്ടൻസി ഉള്ള സാധനമാണ്, ഉഷ്ണവീര്യമായിട്ടുള്ള ചൂടായിട്ടുള്ള സാധനമാണ്. പലപ്പോഴും നമ്മളെല്ലാവരും ചെയ്യുന്നൊരു തെറ്റാണ് മുട്ടയിൽ കുരുമുളക് പൊടി പിന്നെ ഇടുക എന്നുള്ളത്. അത് പിന്നീട് വീണ്ടും ചൂട് കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പിന്നെ അത് ബ്ലീഡിങ് പൈലായിട്ടൊക്കെ മാറുന്നത്.
മുട്ട കഴിച്ചു എന്ന് വിചാരിച്ചൊന്നും പൈൽസ് ഉണ്ടാവില്ല. നമ്മൾ ചെയ്യേണ്ടത് മുട്ട കഴിക്കുമ്പോൾ തന്നെ ഫൈബർ അടങ്ങിയ ഭക്ഷണ സാധനങ്ങളോടുകൂടി തന്നെ കഴിക്കുക എന്നുള്ളതാണ്. മുട്ട കഴിക്കുമ്പോൾ പല ആളുകൾക്കും പെട്ടെന്ന് വയറ് നിറഞ്ഞൊരു ഫീല് വരും. വണ്ണം കുറയ്ക്കാനായിട്ടൊക്കെ പല ആളുകളും മുട്ട മാത്രം കഴിക്കുന്ന ഒരു ശീലമുണ്ട്. അവരിലുണ്ടാകുന്ന ഒരു പ്രശ്നം ഇതാണ്, ഭയങ്കരമായിട്ട് കോൺസ്റ്റിപ്പേറ്റഡ് ആവും. അതിന് കാരണം ഒരു ഫൈബർ അടങ്ങിയ മറ്റ് സാധനങ്ങളൊന്നും കഴിക്കാത്തത് കൊണ്ടാണ്. അത് കഴിക്കാമെന്നുണ്ടെങ്കിൽ യാതൊരുവിധ പ്രശ്നങ്ങളും വരാൻ പോകുന്നില്ല. ഇതാണ് മുട്ടയെക്കുറിച്ചൊരു കാര്യം. ഇനി വേറൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാം. അതുവരേക്കും ബൈ.